അശ്വിന്റെ വർക്കിന്റെ റിവ്യൂ പറഞ്ഞു. അതിൽ പറഞ്ഞത് ഡിറ്റക്റ്റീവ് നന്നായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയ എത്രത്തോളം ധ്യാൻ ശ്രീനിവാസിന് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ സിനിമയിലൂടെ തെളിയിച്ചതാണ്. അപ്പോൾ ആദ്യം ആ റിവ്യൂ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്താ ധ്യാൻ ചെയ്യുന്ന ആദ്യം തോന്നിയത്? എന്താ തോന്നേണ്ടത്? അല്ല, ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മളെപ്പോഴും അല്ലേ പറയുന്നത്. ഇപ്പം നേരത്തെ ലുക്ക് പറഞ്ഞു, നമ്മൾ ഓൺലി ആസ് ഗുഡ് ആസ് ഡയറക്ടർ. ഞാൻ എപ്പോഴും പറഞ്ഞു, ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അതിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പം മോസി എന്താണോ പറഞ്ഞിട്ടില്ല, ഞാൻ കാരണം അവരെല്ലാവരും ഞാൻ കോമ്പിനേഷൻ ശീതളൊഴിച്ചും ബാക്കിയായിട്ട് കോമ്പിനേഷൻ. അതിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പണിയറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും വളരെയധികം ഗുണം ചെയ്യും. നമ്മളെ അവർ കൃത്യമായിട്ട് നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട്, ഇത് ഇതിനകത്ത് ലുക്ക് പറഞ്ഞു, ഇത് നീ അത് ചെയ്യണ്ട, ഇത് നീ അത് ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് റിപ്പീറ്റ് ആകുന്നു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോൾ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 1-2 ഭാവങ്ങളിൽ ഒതുക്കും. അപ്പോൾ അവർ പറയാം പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ത്രൂ ഔട്ട് ആ പടത്തിൽ അത് വെച്ച് പിടിക്കും. പക്ഷെ ഇതോടെ നടക്കില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ എൻ്റെ ഇതിൽ മനസ്സിലായി. അപ്പോൾ പിന്നെ ഉഴപ്പാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പി ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്, നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അശ്വന്ത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലത് പറയും, നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. ഉജ്ജ്വലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട്, പക്ഷെ നാളെ തുറന്ന് മോശം തുറന്ന് വരുമ്പോൾ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ. അതിനെ അങ്ങനെ കണ്ടത്. ഇല്ല, പുള്ളി അയർലൻഡിൽ ഒരു ഷോന് പോയി. അപ്പോൾ ഇവിടെ ഇല്ല. അതിനുള്ള എഫേർട്ടല്ല എൻ്റെ ഈ കൈ പോയത്. അങ്ങനെയല്ലേ? കഴിഞ്ഞ വർഷം മറ്റേ ഇതിനൊക്കെ ബാഡ് ബോയ്സിനൊക്കെ വരുമ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇട്ട് വന്നില്ലേ, ഓർമ്മയില്ലേ? അത് ഇവനെ അടിച്ചൊടിച്ചത് കൈ ഇതാണ്. അവൻ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോ അവിടെ അപ്പൊ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത് എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയം മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇത് കരാട്ടക്കാരൊന്നും ഇങ്ങനെയൊന്നും അടിക്കില്ല. അവർക്ക് ടൈമിംഗ് ഉണ്ടാവും. കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല. ഇല്ല, ശരിക്കുള്ള അടിയാ. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ. വാങ്ങുമ്പോൾ ഒരു ടൈമിങ് വേണല്ലോ. എല്ലാം വേണം. ഷോട്ടില് പോലും ഇല്ല. ഷോട്ടില് എന്തായാലും ഉത്തരം കിട്ടിയല്ലോ. നീ കണ്ടല്ലേ? കാണൂല. ആണോ കാര്യമായിട്ട്? കണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇപ്പൊ ഇത് അറിഞ്ഞിപ്പോ എടാ അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും, ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും, അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും. ആ പുള്ളി നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും. പിന്നെ നമ്മളിതൊക്കെ ദൈവം നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ മാറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ശരിയാവണേ കഴിഞ്ഞ് കിട്ടണേന്ന് പ്രാർത്ഥന. അൽസറൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങനെ എടുക്കുക, യൂണിവേഴ്സ് തരും, എടുക്കും.
അല്ലല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ദറ്റ് ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിൽ ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞത്. അപ്പൊ അത് ഭയങ്കര ടെൻഷൻ അടിച്ചു, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമകളല്ല. ഭയങ്കര സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാൽ ശരി. അത് മാറ്റണം. പിടിച്ചില്ലല്ലോ ഫേസ് പഞ്ച് ഇത് പറയുന്നു മസ്താനി. നീ ഇവിടെ മിണ്ടണ്ട, അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നത് കൊണ്ട് തന്നെ എന്നോട് പലരും മിണ്ടുന്നത്. സമയം 3 മണി.